ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പം നമ്മളിന്ന് ഇവിടെ വെക്കാൻ പോകുന്നത് കൂരിക്കറിയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഈ കൂരി ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതൊരു 4 കൂരിയോളം ഉണ്ട്. ഇത് അത്യാവശ്യം ഒരു വലിയ ടൈപ്പ് കൂരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് വെച്ചിട്ട് വേണം കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് കഴുകി ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കേ. അപ്പം നമ്മുടെ മീനൊന്ന് കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് പാത്രം കൂടി ഉണ്ടായി. അതും കൂടി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് പാട് വിടണ്ടല്ലോ, അതുകൊണ്ട് ആ പാത്രവും കൂടി കഴുകി ഒന്ന് വൃത്തിയാക്കി പിന്നീട് ആ സിങ്ങും കൂടി കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. സിങ്ങൊക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈയൊന്ന് സോപ്പിട്ട് കഴുകി കൈയും കൂടി ഒന്ന് വൃത്തിയാക്കിയെടുത്ത് പിന്നെ ഞാൻ പോയത് മീനിലോട്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് മീൻ വറുക്കാനും വേണ്ടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ മീനിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്തു. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ആ മീനിലോട്ട് ആ മസാലയും കൂടി നന്നായിട്ടൊന്ന് പുരട്ടി നമുക്ക് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ആ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീൻ വെച്ച് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് മീൻ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, കയ്യിലോട്ട് എണ്ണ തെറിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചു ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇതൊന്ന് മറിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മീനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ അവസാന മീനിൽ കുറച്ച് വേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ മീനും കൂടി ഒന്ന് വറുത്തങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനും വേണ്ടി പോകാം. അതിനു വേണ്ടി ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കണക്കും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും ഒരു പിഞ്ച് ഉലുവയും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുത്തു. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നന്നായി മുരിഞ്ഞങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 തക്കാളിയോളം ഉണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഫിഷ് മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇതും കൂടി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വീണ്ടും നമുക്കൊന്ന് വഴറ്റി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇത് അടികരിയാതെ വേണം കേട്ടോ വഴറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിന് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ മസാലക്കനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിലോട്ട് കുറച്ച് ഓട്ടുപുളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പാകത്തിന് നമുക്ക് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂരിമുട്ടയും കൂടി കിട്ടിയിട്ടുണ്ടായിട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് കൂരിയുടെ മുട്ട വീണ്ടും ഞാൻ കാണുന്നത്. അങ്ങനെ നമ്മുടെ മീനൊക്കെ കഴുകിയത് ഈ മസാലക്കൂട്ടിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കുക. ഈ കൂരിമുട്ടയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. നമുക്ക് ഇനി ഇതൊന്ന് ഒരു പാത്രം കൊണ്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാന്ന്. നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നോക്കുക, മീനോടയാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാന്ന് നോക്കാം. അപ്പോൾ ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ കൂരിക്കറി. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായി നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കൂരിക്കറി. വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.